ഇടുക്കി ജില്ലയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, മുഴുവൻ കേരളത്തെയും ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഇടുക്കിയിലെ പത്രപ്രവർത്തകർ ഈ വിഷയം പത്രങ്ങളും ചാനലുകളൊക്കെ നേരത്തെ പുറത്തു കൊണ്ടുവന്നതാണ്. കേരളത്തിലിപ്പോൾ വിമാനത്താവളങ്ങളുടെ ഒരു വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഇടുക്കിയിലെ അണക്കരയിൽ, കുമളിക്കടുത്ത അണക്കരയിൽ വരാൻ പോകുന്ന വിമാനത്താവള പദ്ധതിയെ സംബന്ധിച്ചുള്ള അവിടുത്തെ ആക്ഷൻ കൗൺസിലിൻ്റെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങളവിടെ സന്ദർശനം നടത്തുകയും അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കുകയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്യുകയും സമീപ പ്രദേശത്തെ പട്ടികജാതി പട്ടികവർഗ കോളനികൾ ഉൾപ്പെടെയുള്ള കോളനികളിലെല്ലാം സന്ദർശനം നടത്തുകയുമുണ്ടായി. അങ്ങേയറ്റം അപകട സാധ്യതയും ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു പദ്ധതിക്കാണ് യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളുമില്ലാതെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരാവശ്യവുമില്ലാത്ത ഒരു വിമാനത്താവളമാണ് അണക്കരയിൽ വരാൻ പോകുന്നത്. അണക്കര എന്ന് പറയുന്ന പ്രദേശം യഥാർത്ഥത്തിൽ ഹൈറേഞ്ചിലെ കുട്ടനാടായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 100 കണക്കിന് ഏക്കർ അത്യപൂർവമായിട്ടുള്ള നെൽവിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളാണ് സമ്പൂർണ്ണമായിട്ട് മണ്ണിട്ട് നികത്തി വിമാനത്താവളം വരാൻ പോകുന്നത്. അണക്കര വിമാനത്താവളവും അനുബന്ധ പദ്ധതികളും ചേർന്ന് ഏതാണ്ട് 1200 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് തരിശായിട്ടിരിക്കുന്ന സ്ഥലമാണ്, അവിടെ ഒരു തരത്തിലുള്ള കൃഷിയും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്നലെ അവിടെ സന്ദർശിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ആ നിർദ്ദിഷ്ട സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതിയേറെ സ്ഥലത്ത് നെല്ല് കൊയ്തിട്ട് അവിടെ കൃഷിക്കാർ അവരുടെ നെല്ലുകൾ കൊയ്തിട്ട് അവിടെ സംഭരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. കൃഷി ചെയ്യാത്ത സ്ഥലമല്ല, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമല്ല, കൃഷി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് 6000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഏലം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ അണക്കരയും പരിസര പ്രദേശങ്ങളും. ഏലം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഉള്ള പ്രദേശമാണ് അണക്കരയും കുമളിയും അനുബന്ധ പ്രദേശങ്ങളും. അവിടെ ഇങ്ങനെ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ 1200 ഏക്കർ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, സമീപത്തെ ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ ഏലകൃഷി ചെയ്യുന്ന കർഷകരെയും മറ്റ് കൃഷി ചെയ്യുന്ന കർഷകരെയും അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങേയറ്റം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങൾ, സംരക്ഷിക്കപ്പെടേണ്ട പട്ടികയിലുള്ള ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളുള്ള ഒരു പ്രദേശമാണ് അണക്കര. അവിടുത്തെ അപൂർവമായിട്ടുള്ള ജീവജാലങ്ങൾ, ജന്തുവർഗം, അവിടുത്തെ വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ട മറ്റ് പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ, ഇതിനെല്ലാം മറന്നുകൊണ്ടാണ് ഒരു ആവശ്യവുമില്ലാതെ ഇങ്ങനെ ഒരു എയർപോർട്ട് അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. ആ പ്രദേശത്ത് നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മധുരയിലൊരു എയർപോർട്ടുണ്ട്. വളരെ അടുത്ത് തന്നെ കൊച്ചിയിൽ എയർപോർട്ടുണ്ട്. ഇങ്ങനെയുള്ള എയർപോർട്ട് 2 ഭാഗത്തും എയർപോർട്ട് കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലമല്ല, 2 ഭാഗത്തും എയർ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ഒരാവശ്യവും ഈ എയർപോർട്ട് അവിടെ വരേണ്ടതിനെ സംബന്ധിച്ചില്ല. ഭരണകക്ഷിയും പ്രതിപക്ഷവും നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ സംരംഭങ്ങളിലും സർക്കാരും പ്രതിപക്ഷവും യോജിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അത് ആറന്മുളയിലായാലും സമാന സ്വഭാവമുള്ള മറ്റ്
എല്ലാ പ്രശ്നങ്ങളിലും കോൺഗ്രസും മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും യോജിക്കുന്ന നിലപാടാണുള്ളത്. നിർഭാഗ്യവശാൽ അണക്കരയിലും ഇത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. CPIയുടെയും CPMൻ്റെയും MLAമാരും കോൺഗ്രസിൻ്റെ MPയും എല്ലാം ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ സംരംഭത്തിന്, കേരള കോൺഗ്രസിൻ്റെയും എല്ലാം ജനപ്രതിനിധികൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് അവിടെ നീക്കം നടത്തുന്നത്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം CPIയുടെ ഒരു MLA, ഒരു വനിതാ MLA ആയതുകൊണ്ട് ഞാൻ അത്ര വിശദമായിട്ട് പറയുന്നില്ല, വളരെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാരെ എളുപ്പം കൊച്ചിയിലേക്ക് മാറ്റാൻ പറ്റുന്ന എയർപോർട്ടാണിത്. ഇടുക്കിയിലെ കാർഷിക വിഭവങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യമാണ്. തുടങ്ങിയിട്ട് കർഷകരെ പറ്റിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരാളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ വിമാനത്താവളത്തിന് വേണ്ടി വാദിക്കുന്ന CPIയുടെ MLA പോലും. ഞാൻ CPMൻ്റെ ഒരു MLA അല്ലെങ്കിൽ ഒരു നേതാവ് ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതം കാണുന്നില്ല. കാരണം CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി സമീപകാലത്ത് എടുക്കുന്ന എല്ലാ സംഭവങ്ങളിലും അതിൻ്റെ ഒരു വൈരുദ്ധ്യം കാണാം. പക്ഷെ CPIയുടെ ഒരു MLA ഇത്രമാത്രം ആവേശത്തോടു കൂടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഈ എയർപോർട്ടിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും റിസോർട്ട് മാഫിയകൾക്കും വേണ്ടി മാത്രമാണ് ഈ എയർപോർട്ട് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. മറ്റൊരാൾക്കും ഈ എയർപോർട്ട് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ എയർപോർട്ട് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇടുക്കി ജില്ലയാകെ പടർന്ന് പന്തലിക്കുന്ന റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് മാഫിയകൾക്കും മാത്രമായിരിക്കും. അവിടുത്തെ 6000-ഓളം വരുന്ന കർഷകരെയും സാധാരണക്കാരെയും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ സർവേ നടപടികൾക്കായി റവന്യൂ ഉദ്യോഗസ്ഥന്മാരും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നു കഴിഞ്ഞു. കർഷകരെ സഹായിക്കാൻ അവിടെ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രശ്നം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. അണക്കരയിലെ കൃഷിക്കാരുടെയും പാവപ്പെട്ട തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ എയർപോർട്ടിനെതിരായിട്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആറന്മുള വിമാനത്താവളത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായി ഭാരതീയ ജനതാ പാർട്ടി അവിടെ ശക്തമായിട്ടുള്ള സമരത്തിലാണ്. മറ്റെല്ലാ പാർട്ടികളും സമരത്തിൽ നിന്ന് പിന്മാറിയപ്പോഴും BJP അവിടെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. BJPയുടെ 2 പാർലമെൻറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ആഴ്ച അവിടെ സന്ദർശിച്ച് സമരപരിപാടികൾക്ക് കൂടുതൽ ഊർജം നൽകുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആറന്മുള മാതൃകയിൽ ഈ സമരവും ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ ഘടകം തീരുമാനിക്കുകയാണ്. അണക്കരയിലെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും തകർക്കുന്ന, ജൈവ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന, കുടിവെള്ളം മുട്ടിക്കുന്ന, അങ്ങേയറ്റം പ്രാകൃതമായിട്ടുള്ള ഈ നടപടിക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാടാണ് BJP കൈക്കൊള്ളുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനോട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.